ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആരാധിക്കാനുള്ള ത്വര മനുഷ്യരിലെല്ലാം ഉള്ളടങ്ങിയിട്ടുണ്ട്. അത് നിവർത്തിക്കുന്നതിനായി കൃത്യമായ ഇടവേളകളിൽ ആരാധനയുടെ രൂപവും ഭാവവും വെളിവാക്കുന്ന പ്രവാചകരെയും അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. പ്രവാചകത്വ പദവി ആർക്ക് നൽകണമെന്ന കൃത്യമായ തീരുമാനവും അവനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകരെ വലുതും ചെറുതുമായ ദോഷങ്ങളിൽ നിന്നും പ്രവാചകലബ്ധിക്ക് ശേഷവും മുമ്പും സംരക്ഷിക്കുകയും ദഅവത്തിന് വിഘാതമാകുന്ന സർവ്വന്യൂനതകളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും മുക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറ്റമറ്റ മതത്തിന് അതിൻ്റെ വ്യവഹാരങ്ങൾക്ക് കുറ്റമറ്റ രീതി അനിവാര്യമാണ്. പ്രവാചകർ പിഴവിന് മതപരമായി സാധ്യതയുള്ളവരായാൽ അവരുടെ അധ്യാപനങ്ങൾക്ക് പ്രാമാണികത നഷ്ടപ്പെടും. ഇതരരെ സംസ്കരിക്കുന്നവർ സ്വയം സംസ്കൃതരായില്ലെങ്കിൽ കള്ളൻ്റെ കയ്യിൽ താക്കോൽ നൽകിയ സ്ഥിതിയാകും. മാത്രമല്ല മോശത്തരത്തെ മനുഷ്യപ്രകൃതി പൊതുവിൽ വെറുക്കുന്നുണ്ട്. ജീവിതത്തിലെ ഏതെങ്കിലും സന്ധികളിൽ പാളിച്ച പറ്റിയവരെ മനുഷ്യൻ തുടർന്നും അങ്ങനെ തന്നെയേ കണക്കാക്കുകയുള്ളൂ. എല്ലാത്തിനുമുപരി പ്രവാചകരെ നിരുപാധികം പിന്തുടരണമെന്ന ദൈവിക കൽപ്പന അവതാളത്തിലുമാകും. എന്നാൽ ജൂതക്രിസ്തീയ പാരമ്പര്യമുള്ള ഓറിയന്റലിസ്റ്റുകൾ പ്രവാചകർ കുറ്റമുക്തരല്ലെന്ന തങ്ങളുടെ ബാലപാഠം തിരുനബിയിലും പ്രയോഗിക്കുകയാണ്. അതിനായി സർവ്വ പഴുതുകളും ചികയുകയാണ്. എന്നാൽ തിരുജീവിതത്തോളം രേഖയാക്കപ്പെട്ട മറ്റൊരു ചരിത്ര പുരുഷനുമില്ല. അവിടുത്തെ ജീവിതത്തിലെ ഓരോ സംഭവ വികാസങ്ങളും രേഖയാണ്. എന്തിന് അംഗവിക്ഷേപങ്ങളും നിശ്ചലനങ്ങളും വരെ. ഇതാകെ തൂത്തുപരതി കണ്ടെത്തിയ ആരോപണങ്ങളുടെ സ്ഥിതി വിവിധ ശീർഷകങ്ങൾക്ക് കീഴിൽ കണ്ടുകഴിഞ്ഞു. അതിലൊന്നും പെടാത്ത പ്രധാന ആരോപണങ്ങളെ ഇവിടെ പരിശോധിക്കുകയാണ്. ഒന്ന്, രണ്ടാം വിവാഹത്തിന് മുതിർന്ന അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു അബൂജഹലിൻ്റെ ഇസ്ലാം സ്വീകരിച്ച മകളെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. കാര്യമറിഞ്ഞ ഫാത്തിമ ബീവി നബിയുടെ അടുക്കൽ പരാതിയുമായി എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു, ഞാൻ എൻ്റെ മകനെ അബുൽ ആസ് ഇബ്നു റബീഇനെ വിവാഹം ചെയ്തു നൽകി. അദ്ദേഹം സത്യസന്ധനാണ്. എന്നോടുള്ള കടപ്പാട് പൂർണ്ണമായും നിറവേറ്റി. ഫാത്തിമ എൻ്റെ ഭാഗമാണ്. അവരുടെ വേദന എൻ്റേതു കൂടിയാണ്. ഞാൻ ഹലാലിനെ ഹറാമാക്കുകയോ ഹറാമിനെ ഹലാലാക്കുകയോ ചെയ്യുന്നില്ല. വല്ലാഹി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പുത്രിയും അവൻ്റെ ശത്രുവിൻ്റെ പുത്രിയും ഒരേ സമയം ഒരാൾക്ക് കീഴിൽ ഭാര്യമാരായി തുടരുകയില്ല. ഇതെറിഞ്ഞ അലി റളിയല്ലാഹു അൻഹു ആ ചിന്ത ഉപേക്ഷിച്ചു. സ്വന്തം മകൾക്ക് നോകുമ്പോൾ ഉണ്ടാകുന്ന പിതാവിൻ്റെ വേദനയാണ് നബി പ്രകടമാക്കുന്നത്. മനസ്സിലുള്ളത് മറച്ചു പിടിച്ച് മറ്റൊന്ന് പ്രകടമാക്കുക നബിക്ക് ശീലമില്ല. അതുകൊണ്ട് തന്നെ ഉള്ളത് തുറന്നു പറഞ്ഞു. നബിക്കുണ്ടാകുന്ന വേദനയെ അങ്ങേയറ്റം വെറുക്കുന്ന അലി അതിന് മുതിർന്നതുമില്ല. ഇവിടെ അലി വിവാഹം ചെയ്തിരുന്നുവെങ്കിൽ അത് മുബാഹ് തന്നെയാണ്. കാരണം നബി തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ ഹലാലിനെ ഹറാമാക്കുന്നില്ലെന്ന്. മറ്റൊരു വിവാഹം ചെയ്യാമായിരുന്നിട്ടും നബിയെ മാനിച്ച് വേണ്ടെന്ന് വെച്ച അബുൽ ആസിനെ പ്രശംസിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ശത്രുവിൻ്റെയും പുത്രിമാർ ഒരാൾക്ക് കീഴിൽ വരില്ലെന്ന് പറഞ്ഞത് വിലക്കല്ല, വസ്തുത പറഞ്ഞത് മാത്രമാണ്. മാത്രമല്ല, തിരുസന്തതികളുടെയെല്ലാം മാതാവായ ഫാത്തിമ ബീബി പ്രത്യേകം പരിഗണന അർഹിക്കുന്നുണ്ട്. അവരുടെ ദീനീ നിഷ്ഠയ്ക്ക് കോട്ടം വരുന്ന യാതൊന്നും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂടാ. പ്രസ്തുത സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഫാത്തിമയുടെ ദീനീ നിഷ്ഠയ്ക്ക് കളങ്കമേൽക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിന് കാരണവുമുണ്ട്. ഈ സംഭവം അരങ്ങേറുന്നത് മക്ക വിജയത്തിനു ശേഷമാണ്. ഉമ്മയും എല്ലാ സഹോദരിമാരും ഫാത്തിമയ്ക്ക് നഷ്ടമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഭാര്യമാർക്കിടയിൽ സ്വാഭാവികമായും ഉണ്ടായേക്കാവുന്ന അസൂയ വഷളാകാനും കർമ്മങ്ങളെ അലോസരപ്പെടുത്താനും സാധ്യതയുണ്ട്. വിശേഷിച്ചും ദീനിൻ്റെ കടുത്ത ശത്രുവായ അബൂജഹലിൻ്റെ മകൾ സഹപത്നീപദം അലങ്കരിക്കുമ്പോൾ. മാത്രവുമല്ല, ബഹുഭാര്യത്വം ദീൻ അനുവദിക്കുന്നത് ചാരിത്ര സിദ്ധിക്കാണ്. മറ്റൊരു വിവാഹം നടന്നിട്ടില്ലെങ്കിലും അലിയാര് തങ്ങളുടെ ചാരിത്രത്തിന് യാതൊരു പോറലുമേൽക്കില്ലെന്ന് നബിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നല്ല, തനിക്ക് ശേഷം തന്നോട് ആദ്യം ചേരുക ഫാത്തിമയാണെന്ന് അറിയുന്ന പ്രവാചകർക്ക് അലിക്ക് ഇനിയും വിവാഹങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ എമ്പാടുമുണ്ടെന്നറിയാം. ഇത്രയും വിവരിച്ചതിൽ നിന്നും നബി സ്വന്തത്തിന് അനുവദിക്കുന്നത് മറ്റുള്ളവർക്ക് വിലക്കുകയോ എന്നല്ല, ഖുർആൻ വ്യക്തമായി അനുവദിച്ചതിന് വിരുദ്ധം പ്രവർത്തിക്കുകയോ തുടങ്ങിയ ആരോപണങ്ങൾക്ക് യാതൊരു പഴുതുമില്ലെന്ന് വളരെ വ്യക്തമാണല്ലോ.
2. സൂറത്തു അബസയുടെ അവതരണ പശ്ചാത്തലം. മക്കയിലാണ് സംഭവം. ഉത്ബത്ത് ബിൻ റബീഅ, ഷൈബത്ത് ബിൻ റബീഅ, അബൂജഹൽ, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, ഉമയ്യത്ത് ബിൻ ഖലഫ്, വലീദ് ബിൻ മുഗീറ തുടങ്ങിയവരടങ്ങിയ ഖുറൈശി പ്രമുഖരോട് നബി ഏറെ പ്രതീക്ഷയോടെ പ്രബോധനം നടത്തുകയാണ്. ഇവരെ കൊണ്ട് ദീൻ ശക്തിപ്പെടണം, ഇവരെ അനുഗമിക്കുന്നവർ ദീനിലേക്ക് കടന്നു വരണം. തത്സമയം അന്ധനായ സ്വഹാബി വര്യർ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം അവിടേക്ക് കടന്നു വന്നു. ചർച്ചയുടെ ഗൗരവം മാനിച്ച് നിശബ്ദത പാലിക്കാൻ അദ്ദേഹത്തിന് കാഴ്ചയില്ല. ഇൽമിനുള്ള അതിയായ ദാഹം അദ്ദേഹത്തിൻ്റെ കേൾവിയെ സംഭ്രമിപ്പിച്ചു. അദ്ദേഹം ദൂരെ നിന്ന് പതിവ് ശൈലിയിൽ പലവട്ടം വിളിച്ചു ചോദിച്ചു, യാ മുഹമ്മദ് ഇഖ്റഇനി വഅല്ലിംനി മിമ്മാ അല്ലമക്കല്ലാ. നബിയെ, അങ്ങനെക്ക് ദൈവിക ജ്ഞാനം പകർന്നു തന്നാലും. ചോദ്യം പലവരും ആവർത്തിച്ചു. ഗൗരവമേറിയ ദൗത്യത്തിനിടയിൽ അലോസരമുണ്ടായാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന നീരസം നബിവദനത്തിലും പ്രകടമായി. നെറ്റി ചുളിഞ്ഞു. തച്ചർച്ച തുടർന്നു. നബിയുടെ ഈ സമീപനത്തെ പ്രസ്തുത സാഹചര്യത്തോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഖുറൈശി പ്രമുഖർക്ക് നബിയുടെ സത്യസന്ധത എന്നേ തിരിഞ്ഞതാണ്. ഖുർആനിൻ്റെ അജയ്യത ബോധ്യപ്പെട്ടതുമാണ്. അഭിമാനക്ഷതമാണ് പ്രശ്നം. അതിൻ്റെ ഭാഗമാണ് മുസ്ലിങ്ങൾ അബലരുടെ ചവറു സംഘമെന്ന അവരുടെ പരാതിയും. അത്തരം മനോഭാവമുള്ളവരുമായി സംവദിക്കുമ്പോഴാണ് ഇബ്നു ഉമ്മി മക്തൂമിൻ്റെ അനുചിത ഇടപെടലുണ്ടാകുന്നത്. ഇവിടെ തിരുനബിയുടെ ഭാഗത്തു നിന്ന് മതപരമായ യാതൊരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല. കാരണം അനുചരരുടെ പാളിച്ചകൾ യോജിച്ച രീതിയിൽ തിരുത്തേണ്ട നബി തൻ്റെ അനിഷ്ടം വെളിവാക്കുന്നതിലൂടെ ഇബ്നു ഉമ്മി മക്തൂമിനെ തിരുത്താനാണ് ശ്രമിക്കുന്നത്. കാരണം അദ്ദേഹത്തെ കൈപിടിച്ചു നടത്തുന്നയാൾ അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെടുത്തുമല്ലോ. എന്നാൽ കരുണക്കടലായ നബിയുടെ കരുണാസ്പർശം ഇബ്നു ഉമ്മി മക്തൂം കൂടുതൽ അർഹിക്കുന്നുണ്ട്. അന്ധരെയും അംഗപരിമിതരെയും കൂടുതൽ പരിഗണിക്കണമല്ലോ. എന്നു മാത്രമല്ല, പ്രസ്തുത സാഹചര്യം മനസ്സിലാക്കാതെ നീരസം മാത്രം കാണുന്നവർ അബലരെ അവഗണിച്ചുവെന്നും ശക്തരെ പ്രീണിപ്പിച്ചുവെന്നും തെറ്റിദ്ധരിക്കാനിടയുണ്ട്. തെറ്റൊന്ന് ചിന്തനീയമല്ലാത്ത ചെറിയൊരു അശ്രദ്ധയാണ് അള്ളാഹുവിൻ്റെ തിരുത്തലിനു നിദാനം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പ്രത്യക്ഷ സംഭാഷണം ഉപേക്ഷിച്ച് പരോക്ഷ പ്രയോഗത്തിലേക്ക് കടന്നത്. കാരണം തൻ്റെ ഹബീബിനെ പടിപടിയായി ഉയർത്തി അത്യുന്നത നിലവാരത്തിൽ എത്തിക്കണമല്ലോ. മാത്രമല്ല, നബിയെ തിരുത്തുന്ന വചനങ്ങൾ ഖുർആനിൻ്റെ സത്യത ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. അതിനുള്ള സാഹചര്യം അവൻ തന്നെ ഒരുക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ പ്രസ്തുത വചനങ്ങളിലൂടെ നാഥൻ തൻ്റെ ഹബീബിനെ ആശ്വസിപ്പിക്കുകയാണ്. ദീനിന് ഉപകാരപ്പെടുന്നവർ താനേ വന്നളഞ്ഞുകൊള്ളും. അങ്ങക്ക് എത്തിച്ചു കൊടുക്കുക മാത്രമാണ് ബാധ്യത. എത്ര പരിശ്രമിച്ചിട്ടും സത്യദീനിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ പേരിൽ അങ്ങ് ദുഃഖിക്കേണ്ടതില്ല. ഇത്രയും വിവരിച്ചതിൽ നിന്ന് ഈ സംഭവത്തിൽ തിരുപക്ഷത്ത് ആക്ഷേപാർഹമായി യാതൊന്നുമില്ലെന്ന് സുതരാം ബോധ്യപ്പെടുമല്ലോ. 3. പ്രമാണികൾക്കും ദരിദ്രർക്കും 2 സദസ്സുകൾ. സൂറത്തുൽ അൻആമിൽ നബിയോടായി അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ച് ആരാധിക്കുന്ന ദരിദ്രരായ സ്വഹാബത്തിനെ അങ്ങ് അകറ്റരുത്. സമാന സംഭവം പരാമർശിക്കുന്ന സൂറത്തുൽ കഹ്ഫിൽ ഭൗതിക താൽപ്പര്യത്തോടെ അതിന് തുനിയരുതെന്നാണ് അള്ളാഹു പറയുന്നത്. സംഭവം ബിലാലും അമ്മാറും സുഹൈബും ഖബ്ബാബും സൽമാനും മിഖ്ദാദും ഇബ്നു മസ്ഊദും അടങ്ങുന്ന സംഘം നബിയോട് തിരിക്കുമ്പോഴാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദരിദ്രരായ സ്വഹാബികൾക്കൊപ്പം ഇരിക്കുമ്പോൾ ചില ഖുറൈശികളായ പ്രമാണികളെത്തി. നബിയെ കണ്ടപാടെ അവർ ചോദിച്ചു, നബിയെ, താങ്കൾ ഇവറ്റകളെ കൊണ്ട് മതിയാക്കുകയാണോ? ഞങ്ങൾ ഇവരെ പിന്തുടരണമെന്നാണോ? ഇവരെ പറഞ്ഞയക്കുകയാണ് എങ്കിൽ താങ്കളെ പിന്തുടരുന്നത് ഞങ്ങൾ പരിഗണിക്കാം. നബി ഉടനെ പറഞ്ഞു, ഞാൻ വിശ്വാസികൾക്കെതിരെ തിരിയണമെന്നോ? ഒരിക്കലുമില്ല. എങ്കിൽ ഞങ്ങൾക്കും ഇവർക്കും വെവ്വേറെ സദസ്സാക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ അടിമകളുടെ സംഘത്തിലാണെന്ന് പുറം നാട്ടിലെ അറബികൾ മനസ്സിലാക്കുകയില്ലേ എന്നായി അവർ വിശ്വസിക്കുമെന്ന് പ്രതീക്ഷിച്ച് ആ ഊഴംവെപ്പ് നബി അംഗീകരിച്ചു. ഉമറും ആ ആശയത്തെ പിന്താങ്ങി. അപ്പേരിൽ ഒരു കരാർ എഴുതണമെന്ന് അവർ ശഠിച്ചു. അതിനായി ഒരു എഴുത്തുകാരനെ വരുത്തുകയുമുണ്ടായി. പക്ഷേ എഴുതപ്പെടുന്നതിന് മുന്നേ വിലക്കിക്കൊണ്ട് ഖുർആൻ ഇറങ്ങുകയും നബി അത് ഉപേക്ഷിക്കുകയും ചെയ്തു. ഇവിടെ മനസ്സിലാക്കേണ്ടത്, അകറ്റരുത് എന്ന വിലക്ക് വരണമെങ്കിൽ അകറ്റിയിട്ടുണ്ടാകണമെന്ന് നിബന്ധനയില്ല. ഖുർആൻ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഫതതുറുദഹും ഫതകൂന മിനൽ ളാലിമീൻ. അങ്ങങ്ങാൻ അവരെ അകറ്റിയിരുന്നുവെങ്കിൽ അങ്ങ് ക്രമം തെറ്റിച്ചവരിൽ പെടുമായിരുന്നു. അകറ്റിയിട്ടുണ്ടെങ്കിൽ ഫതറത്തഹും എന്നാണ് പറയേണ്ടിയിരുന്നത്. പിന്നെ ഈ ഊഴം വയ്ക്കാമെന്ന നിർദ്ദേശം നബി അംഗീകരിച്ചത് ദരിദ്രരായ സ്വഹാബികൾക്ക് അതുകൊണ്ട് കുറവൊന്നും സംഭവിക്കില്ലെങ്കിലും പ്രമാണികൾക്കും ഇസ്ലാമിനും വലിയൊരു നേട്ടമായിരിക്കും എന്ന് മാത്രമല്ല, അവർ ആ നിലപാടിൽ നിന്ന് വിശ്വാസാശ്ലേഷത്തിനു ശേഷം പിന്മാറുമെന്നും നബി പ്രതീക്ഷിച്ചു.
ഏറിയാൽ ഇവിടെ വരുന്നത് സ്വീകരിക്കാവുന്ന 2 നടപടികളിൽ ഏറ്റവും മുന്തിയതിനെ തിരഞ്ഞെടുത്തില്ലെന്നാണ്. കാരണം വെവ്വേറെ സദസ്സാക്കിയാലും പ്രയോജനമില്ലെന്ന് അള്ളാഹുവിനറിയാം. അത് പിഴവൊന്നുമല്ല. അതിൻ്റെ പേരിൽ ഉദ്ധൃത വചനങ്ങളിലൂടെ നബിയെ മുന്തിയ ശരിയിലേക്ക് നയിക്കുകയായിരുന്നു. ഇത് തൻ്റെ റസൂലിനെ പൂർണ്ണനായ ആഗോളാധ്യാപകനായി പടിപടിയായി വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ മാത്രമാണ്. അതിനായി അവനൊരുക്കുന്ന സാഹചര്യങ്ങളും. ഭൗതിക താൽപ്പര്യത്തോടെ അതിനെ തുനിയരുതെന്നതിന്, ആ ഊഴം വെപ്പിന് ലോകം ഭൗതിക താൽപ്പര്യമായേ വിലയിരുത്തുകയുള്ളൂ. അതുകൊണ്ട് അങ്ങതുപേക്ഷിക്കണം എന്നു മാത്രമാണ്. ഇത്രയും വിവരിച്ചതിൽ നിന്നും മേൽ സംഭവത്തിൽ തെറ്റിനു സാങ്കത്യമില്ലെന്ന് വളരെ വ്യക്തമാണല്ലോ. 4. ഖബറടക്കുന്ന വേളയിലെ തിരുബറക്കത്ത്. തിരുനബിക്ക് മാതൃതുല്യമായ ബന്ധമുള്ളവരായിരുന്നു അബൂ താലിബിൻ്റെ ഭാര്യയും അലിയുടെ മാതാവുമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അനസ് ബിൻ മാലിക് റിപ്പോർട്ട് ചെയ്യുന്നു, ഫാത്തിമ ബിന്ത് അസദ് വഫാത്തായപ്പോൾ തിരുനബി അവരുടെ തലഭാഗത്തിരുന്നു. എന്നിട്ടവിടുന്ന് പറഞ്ഞു, എൻ്റുമ്മ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. നിങ്ങൾ എൻ്റെ ഉമ്മാക്ക് ശേഷമുള്ള ഉമ്മയാണ്. എന്നെ യൂട്ടാൻ നിങ്ങൾ അരപ്പട്ടിണിയിലായി. ഞാൻ വസ്ത്രമണിഞ്ഞ് കാണാൻ നിങ്ങൾ വസ്ത്രം വേണ്ടെന്ന് വച്ചു. എനിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ത്യജിച്ചു. ഇതെല്ലാം ദൈവപ്രീതി കാക്ഷിച്ചായിരുന്നുവല്ലോ. നബി അവരെ കുളിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. സ്വന്തം വസ്ത്രത്തിൽ പൊതിഞ്ഞു. അകക്കബർ സ്വയം വിശാലപ്പെടുത്തി. അതിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവരെ അതിലേക്ക് പ്രവേശിപ്പിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇൽതജ മഅഹ എന്നാണുള്ളത്. ഇതിന് ഖബറിൽ കൂടെ കിടന്നുവെന്ന് അർത്ഥകൽപ്പന നടത്തി മാന്യതയ്ക്ക് നിരക്കാത്ത പണിയാണിതെന്ന് ആരോപിക്കുകയാണ് ചിലർ. മറ്റു ചില മലംഭോജികൾ ഇതും കടന്ന് തിന്നു ശീലിച്ചത് ഛർദ്ദിക്കുകയാണ്. വാസ്തവത്തിൽ ഇരു ഹദീസുകളെയും ചേർത്ത് വായിക്കുമ്പോൾ ഇൽതജ മഅഹ എന്നതിന് ഒരേ സമയം കിടന്നുവെന്നല്ല, ഒരേ ഇടത്തു കിടന്നുവെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നബി അവരോടൊപ്പം കിടന്നുവെന്ന് വന്നാലും പ്രശ്നമൊന്നുമില്ല. തനിക്ക് മാതൃതുല്യമായ ആത്മബന്ധമുള്ള ഒരാളെ ഖബറിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഉടനെയുണ്ടാകുന്ന ഖബറിൻ്റെ ഞെരുക്കലിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടി അവരെ പൂർണ്ണമായി മറച്ചുകൊണ്ട് കിടത്തിയ ഘട്ടത്തിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അടുത്തു കിടക്കുകയും തൻ്റെ ബറക്കത്ത് പകർന്നു നൽകുകയും ചെയ്യുന്നതിൽ മാന്യതയ്ക്ക് നിരക്കാത്തതായി യാതൊന്നുമില്ല. 5. സാലിമിനെ പിരിയാൻ വയ്യാത്ത സഹല. ദത്തുപുത്രരോട് സ്വന്തം മക്കളെപ്പോലെ പെരുമാറുന്ന ശീലമാണ് അറബികൾക്കുണ്ടായിരുന്നത്. എന്നാൽ ആ സമ്പ്രദായം ഇസ്ലാം നിരോധിച്ചു. അബൂ ഹുദൈഫയും സഹലയും വളർത്തി വലുതാക്കിയ ദത്തുപുത്രനാണ് സാലിം. സാലിമിന് പ്രായപൂർത്തിയെത്തി. ഖുർആനിൻ്റെ നിർദ്ദേശങ്ങൾ അപ്പടി പകർത്തുന്ന അബൂ ഹുദൈഫയ്ക്ക് സാലിമിൻ്റെ സാന്നിധ്യം ബുദ്ധിമുട്ടായി. സഹലക്കാണെങ്കിൽ സാലിമിനെ പിരിയാനും വയ്യ, മനപ്രയാസമായി. എന്തിനും പരിഹാരമുണ്ടല്ലോ, തിരുനബിയെ സമീപിക്കാം. സഹല തൻ്റെ ആവലാതി ബോധിപ്പിച്ചു. തൻ്റെ സമൂഹത്തോട് അത്യധികം സ്നേഹമുള്ള നബി വിധി നൽകുന്നതിനുള്ള തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി സഹലക്ക് മുലപ്പാൽ നൽകി സാലിമിനെ പുത്രനാക്കാനുള്ള വിടുതി ലഭിച്ചു. സഹല നബിയോട് ചോദിക്കുന്നുണ്ട്, സാലിമിന് പ്രായപൂർത്തി എത്തിയില്ലേ നബിയെ? അതിനെക്കുറിച്ച് ഞാൻ ബോധവാനാണെന്നായിരുന്നു നബിയുടെ മറുപടി. അതായത് പ്രായപൂർത്തിയെത്തിയ സാലിമിന് യോജിച്ച വിധം പാല് കൊടുക്കണം. ഷർഹുൽ മുസ്ലിമിൽ ഇമാം നവവി കുറുക്കുന്നുണ്ട്, നബിയുടെ കൽപ്പന പ്രകാരം പാൽ നൽകിയത് നേരിട്ടല്ല, പാത്രത്തിലേക്ക് ചൊരിഞ്ഞാണ്. ഈ സംഭവത്തെ വിലയിരുത്തിയ ഭൂരിഭാഗം പണ്ഡിതരുടെയും പക്ഷം ഇത് സഹലക്ക് മാത്രമുള്ള വിടുതിയാണ്, പൊതുവിധിയല്ലെന്നാണ്. അതായത് മുലപ്പാൽ കുഞ്ഞിൻ്റെ പോഷണത്തിന് ഭാഗമാകുന്ന 2 വയസ്സിനിടയിൽ നിബന്ധനയൊത്ത രീതിയിൽ പാൽ കൊടുത്താൽ മാത്രമേ മുലകുടി ബന്ധം സ്ഥിരപ്പെടുകയുള്ളൂ. ഇത്രയും വിവരിച്ചതിൽ നിന്ന് സഭ്യതയുടെ യാതൊരു അതിർവരമ്പും ഇവിടെ ലംഘിക്കപ്പെടുന്നില്ലെന്ന് വ്യക്തമാണല്ലോ. 6. ദുനിയാവിൽ നബിക്ക് പ്രിയമുള്ള 3 കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് പ്രിയം 3 കാര്യങ്ങളാണ്. സ്ത്രീകളും സുഗന്ധവും. എൻ്റെ കണ്ണ് കുളിർമയാവുക നിസ്കാരത്തിലാണ്. ലോകത്ത് സത്യവും ധർമ്മവും സ്ഥാപിക്കുന്നതിനായി മുഴുസമയവും വ്യാപൃതനായ നബിക്ക് മാനസികാശ്വാസത്തിന് ചില്ലറ വിനോദങ്ങൾ അത്യാവശ്യമാണ്. ദുനിയാവിൽ അനുവദനീയമായ മുഴുവിനോദങ്ങളും നബിയെപ്പോലുള്ള ഒരാൾക്ക് ആസ്വാദ്യകരമാക്കിയാൽ ധർമ്മ സംസ്ഥാപനത്തിനുള്ള സമയം ചുരുങ്ങിപ്പോകുമെന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ നബിയുടെ ആഗ്രഹങ്ങളെ സ്ത്രീകളിലേക്ക് മാത്രം ചുരുക്കുകയായിരുന്നു, അവർക്ക് പ്രിയമാകുന്ന സുഗന്ധങ്ങളിലേക്കും. ഈ ദൈവിക ക്രമീകരണത്തെ ഓർമ്മപ്പെടുത്താനാണ് ഹുബ്ബിബ ഇലയ്യ, എനിക്ക് പ്രകൃതിയാ പ്രിയങ്കരമായി നൽകി എന്ന് പ്രയോഗിക്കുന്നത്.
എന്നു മാത്രമല്ല, സ്ത്രീകൾക്ക് മാനുഷിക പരിഗണനകൾ വകവച്ചു കൊടുക്കാത്ത ഒരു സമൂഹത്തിൽ അവരുടെ നിലവാരം ഏറ്റുന്ന ഒരു സുന്ദര വാക്യമാണിത്. ഈ വാക്യത്തിൽ കല്ലുകടി കാണുന്നവർ എനിക്ക് സ്ത്രീകളോട് വെറുപ്പാണ് എന്നാണോ നബി പറയേണ്ടിയിരുന്നത് എന്ന് വ്യക്തമാക്കണം. ഇവിടെ നബി സമ്മതിക്കുന്ന സ്ത്രീകളോടുള്ള ഇഷ്ടം ആരോഗ്യമുള്ള പുരുഷന്റെ ലക്ഷണമാണ്, ഇല്ലെങ്കിൽ ചികിത്സിക്കപ്പെടേണ്ടി വരും എന്നല്ല, വളരെ നേരെയായ ലൈംഗികാഭിമുഖ്യമാണ് തനിക്കുള്ളതെന്ന് തുറന്നു പറയൽ എന്തുകൊണ്ടും നവലോകത്ത് പ്രസക്തമാണ്. കാരണം എന്തിലും ഏതിലും സുഖാസ്വാദനം ധാർമ്മികമായി കാണുന്ന ലൈംഗിക വൈകൃതങ്ങളുടെ ലോകത്ത് അത്തരം വൈകൃതങ്ങളിൽ താനില്ലെന്നുകൂടി മേൽവചനങ്ങൾ ധ്വനിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, വിമർശകർക്കു കൂടി നബി വഴിവിട്ട ബന്ധങ്ങളിൽ ഭാഗമായിരുന്നുവെന്ന് ആരോപിക്കാനാവുന്നില്ല. അത്തരത്തിലുള്ള സ്വനിയന്ത്രണം അലങ്കാരമാകുന്നത് ആസക്തിയുള്ളതിനോടുകൂടി അത് സാധ്യമാകുമ്പോൾ മാത്രമാണ്. ഇത്രയും വിവരിച്ചതിൽ നിന്നും ഉദ്ധൃതവചനത്തിൽ യാതൊരു അപാകതയും ഇല്ലെന്ന് വ്യക്തമാകുന്നതിനു പുറമെ ദൈവസാമീപ്യത്തിൻ്റെ പരമകാഷ്ഠ പ്രാപിക്കുക സാമൂഹിക ബാധ്യതകൾ നിർവഹിച്ച് ആരാധനാ നിമഗ്നനാകുമ്പോൾ മാത്രമാണെന്ന പാഠം കൂടിയുണ്ട്. 7. നിസ്കാരം മുറിക്കുന്ന സ്ത്രീയും നായും. തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, കഴുതയും സ്ത്രീയും നായും നിസ്കാരത്തെ മുറിക്കുമെന്ന്. ഈ ഹദീസിലെ ഖത്അ അഥവാ മുറിക്കുമെന്നതിൻ്റെ വിവക്ഷ എന്താണെന്ന് പണ്ഡിതർ അവലോകനം ചെയ്തിട്ടുണ്ട്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ ബീവി പറയുന്നു, ഞാൻ മുമ്പിൽ കിടക്കെ സ്ഥലപരിമിതി മൂലം നബി തൻ്റെ നേർക്ക് നിസ്കരിച്ചു. ഇതിൽ നിന്നും മുറിക്കുമെന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ സാധുത നഷ്ടപ്പെടും എന്നല്ലെന്ന് മനസ്സിലാക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ബുഖാരിയിൽ തന്നെയുള്ള ഹദീസിൽ കാണാം, മിനയിൽ നബി നിസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കെ സഫിൻ്റെ മുൻഭാഗത്തു കൂടെ ഞാൻ കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയും അതിൽ നിന്നിറങ്ങി അതിനെ മേയാൻ വിടുകയും ചെയ്തു. ആരും എതിർത്തിട്ടില്ല. ഈ ഹദീസും നിസ്കാരത്തിൻ്റെ സാധുത നഷ്ടപ്പെടുന്നില്ലെന്നതിനു തെളിവാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ എന്താണ് നിസ്കാരത്തെ മുറുക്കുന്ന വിഷയത്തിൽ കറുത്ത നായക്കുള്ള പ്രത്യേകതയെന്ന് നബിയോട് ചോദിക്കപ്പെടുമ്പോൾ അത് പിശാചാണെന്ന് മറുപടി പറഞ്ഞു. പിശാച് മുന്നിലൂടെ പോയാൽ നിസ്കാരം ബാത്തിലാകില്ലെന്ന് ഉറപ്പാണ്. ഇതിൽ നിന്നും മുറിക്കും എന്നത് സാധുത നഷ്ടപ്പെടുന്നതിനെ കുറിക്കുന്നില്ലെന്ന് മനസ്സിലാക്കാം. ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു മേൽ ഹദീസുകളെ പരസ്പരം സംയോജിപ്പിക്കുന്നത് ഖത്അ മുറിക്കും എന്നതിൻ്റെ ഉദ്ദേശ്യം നിസ്കാരത്തിലെ ശ്രദ്ധ നഷ്ടപ്പെടുത്തും, ആയതിനാൽ കൂലി കുറയും എന്നാണ്. കാരണം കറുത്ത നായ അവലക്ഷണമായി കണക്കാക്കുന്ന അറബികളുടെ മനസ്സിൽ അത് മുന്നിലൂടെ പോകുന്നത് ഭീതിജനകമാണ്. അത് നിസ്കാരത്തിലെ ശ്രദ്ധ നഷ്ടപ്പെടുത്തുമെന്ന് പറയേണ്ടതില്ലല്ലോ. നിസ്കാരത്തിൻ്റെ കൂലി കുറയ്ക്കാൻ പിശാച് അങ്ങനെയും ഇടപെടും എന്നാണ് മേൽ ഹദീസിൻ്റെ സൂചന. കഴുത അടക്കമില്ലാത്ത ജീവിയാണ്, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ അടുത്ത് നിസ്കരിക്കുന്നയാളുടെ ശ്രദ്ധ അതിലേക്ക് തിരിയുമെന്ന് ഉറപ്പാണല്ലോ. ഒരു സ്ത്രീ പുരുഷൻ്റെ മുന്നിലൂടെ പോയാൽ ജൈവികമായി തന്നെ പുരുഷൻ്റെ ശ്രദ്ധ അങ്ങോട്ടാകാൻ സാധ്യതയുണ്ട്. മറിച്ചാകുമ്പോഴും അങ്ങനെ തന്നെ. എന്നാൽ പുരുഷൻ്റെ ശ്രദ്ധ നഷ്ടപ്പെടുന്നതിനെ പ്രത്യേകം പരാമർശിക്കുന്നതിനുള്ള കാരണം പെട്ടെന്ന് ഇളക്കം തട്ടുന്ന അവൻ്റെ മാനസിക ഘടനയാണ്. ഇതുകൊണ്ടെല്ലാം നബി ഉദ്ദേശിക്കുന്നത് പരാമർശിക്കപ്പെട്ടതും അല്ലാത്തതുമായ മുഴുവൻ ശല്യങ്ങളിൽ നിന്നും കവചമായി നിസ്കാരത്തിൽ മറപാലിക്കണമെന്നാണ്. എന്നാൽ നബി സ്ത്രീയെ കഴുതയോടും നായയോടും നിരുപാധികം ഉപമിച്ചു വന്ന വിവരശൂന്യതയാണ് ചിലർ വിളമ്പുന്നത്. 8. ഇടിമുഴക്കവും മാലാഖയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റഅദ് മേഘങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മാലാഖയാണ്. ഈ മാലാഖയുടെ കൈകളിലുള്ള ചാട്ടവാർ കൊണ്ട് മേഘങ്ങളെ അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്തേക്ക് തെളിക്കും. അപ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് ഇടിമുഴക്കം. ആദ്യമായി മനസ്സിലാക്കേണ്ടത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ശാസ്ത്രീയത വിവരിക്കൽ നബിയുടെ ലക്ഷ്യമല്ല. കാരണം ഭൗതിക കാരണങ്ങൾ കണ്ടെത്താനുള്ള ശേഷി മനുഷ്യനുണ്ട്. നബി അവകളുടെയെല്ലാം അതിഭൗതിക കാരണങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് മനുഷ്യ മനസ്സിന് അതീതമായതുകൊണ്ടാണ്. മേൽവാക്യത്തിൽ മേഘങ്ങളെ നിയന്ത്രിക്കുന്നതിലുള്ള മാലാഖയുടെ സാന്നിധ്യത്തെ നബി പരിചയപ്പെടുത്തുകയാണ്. അത്തരത്തിൽ മേഘങ്ങളുടെ കാര്യത്തിൽ നിയോഗിക്കപ്പെട്ട മാലാഖയുടെ പേര് റഅദ് എന്നാകുന്നതിൽ യാതൊരു അപാകതയുമില്ല. അതേ പേരിൽ തന്നെ ഇടിമുഴക്കവും അറിയപ്പെടുന്നു. കാര്യത്തിനും കാരണക്കാരനും ഒരേ പേര്. സാൻവിച്ച് എന്നത് യഥാർത്ഥത്തിൽ അത് കണ്ടുപിടിച്ചയാളുടെ സ്ഥാനപ്പേരായതുപോലെ ഇവിടെ ഏൽപ്പിക്കപ്പെട്ട മലക്കിനെ തന്നെ കാണാനാകുന്നില്ല. അപ്പോൾ ചാട്ടവാർ കാണുക അല്പം ബുദ്ധിമുട്ടായിരിക്കും.
മറ്റൊരു സാധ്യത അർറഅദു മലക്കുൻ എന്നത് ഒരു ആലങ്കാരിക പ്രയോഗമായിരിക്കാം. അപ്പോൾ അർത്ഥം ഇടിമുഴക്കം മലക്ക് കാരണമാണ് എന്നാകും. അൽ ഹംവു മൗത്തുൻ എന്നതിനോട് സമാനമായ പ്രയോഗമാണ്. ഭർത്തൃപുരുഷ ബന്ധുക്കൾ മരണമാണ് എന്ന അക്ഷരാർത്ഥം ഇതിനില്ലല്ലോ. മറിച്ച് മറപാലിച്ച് ഇടപെട്ടില്ലെങ്കിൽ അവർ മരണം പോലെ ഭയാനകമായ അപകടത്തിന് കാരണമായേക്കും എന്നാണർത്ഥം. അപ്പോൾ ആക്ഷേപങ്ങൾ അസ്ഥാനത്താണെന്ന് വ്യക്തമാണല്ലോ. 9 സ്ത്രീ വസ്ത്രാരോപണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷയുടെ വിരിപ്പിൽ അവരുടെ പുത നൃത്തം ധരിച്ച് കിടക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറാൻ അനുവാദം ചോദിച്ചു. തുടർന്നു ഉമറും. അവർ അവരുടെ ആവശ്യം പൂർത്തീകരിച്ചു മടങ്ങി. അപ്പോഴും നബി തൽസ്ഥിതി തുടർന്നു. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അനുവാദം തേടിയപ്പോൾ പുത നിർത്ത് ആയിഷയ്ക്ക് തന്നെ നൽകുകയും വസ്ത്രമെല്ലാം ശരിപ്പെടുത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. കാരണം ആരാഞ്ഞപ്പോൾ നബി പറഞ്ഞു, മലക്കുകൾ പോലും ലജ്ജ പാലിക്കുന്ന അതീവ ലജ്ജാശീലനാണ് ഉസ്മാൻ. ഞാനിതേ അവസ്ഥയിൽ തുടർന്നാൽ ഉസ്മാന് തൻ്റെ ആവശ്യം പറയാൻ കഴിയില്ലെന്ന് ഭയപ്പെടുന്നു. ഈ ഹദീസിൽ പ്രയോഗിച്ച മിർത്ത് പൂർണ്ണ വസ്ത്രമൊന്നുമല്ല, പരുത്തി കൊണ്ടോ കമ്പിളി കൊണ്ടോ നിർമ്മിക്കപ്പെട്ട ഒരു പുതയാണ്. അത് സ്ത്രീയും പുരുഷനും ഉപയോഗിക്കും. തിർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു പ്രഭാതത്തിൽ നബി മൃത്ത് പുതയും ധരിച്ച് പുറത്തുപോയി. ഇതിൽ നിന്നും വിമർശകർ ഉന്നയിക്കുന്ന സ്ത്രീ വസ്ത്രാരോപണം അറബ് ഭാഷയിൽ പ്രാഥമിക വിവരം ഇല്ലാത്തത് മൂലമാണെന്ന് വ്യക്തമാണല്ലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരുന്നതിനു മുന്നേ ആയിഷ ബീബി ശരിയായി വസ്ത്രം ധരിച്ചിരുന്നു. എന്നിട്ടും അവരോട് വസ്ത്രം ശരിപ്പെടുത്താൻ നിർദ്ദേശിച്ചു. നബിയും ശരിപ്പെടുത്തി. ഇതിനു കാരണം അബൂബക്കറും ഉമറും അടുത്തിടപഴകുന്ന അനുചരരാണ്. പ്രത്യേകം ഔപചാരികതയുടെ ആവശ്യമില്ല. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതീവ ലജ്ജാശീലനായതുകൊണ്ട് ഉപചാരങ്ങളെല്ലാം പാലിച്ച് ഔദ്യോഗിക രൂപത്തിൽ കൂടിക്കാഴ്ച ഒരുക്കുന്നതിന് വേണ്ടിയാണ് നബി അപ്രകാരം പ്രവർത്തിച്ചത്. ഈ ഹദീസിൻ്റെ ചില പതിപ്പുകളിൽ നബിയുടെ തുട വെളിപ്പെട്ടിരുന്നുവെന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് മനഃപൂർവമോ മറന്നുകൊണ്ടോ വെളിപ്പെടുത്തിയതല്ല, സ്വയം വെളിപ്പെട്ടു പോയതാണ്. മറ്റു പ്രധാന കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നിയതുകൊണ്ട് പെട്ടെന്നവിടേക്ക് ശ്രദ്ധയെത്തിയില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതരിലെ പ്രബലപക്ഷവും തുട ഔറത്താണെന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഈ ഹദീസ് ഔറത്തല്ലെന്ന് പറയുന്നവർക്ക് തെളിവ് കൂടിയാണ്. മറ്റൊരു ഹദീസ് കാണുക. ആയിഷയോടുള്ള നബിയുടെ സ്നേഹം മനസ്സിലാക്കിയ സ്വഹാബ നബി അവരുടെ വീട്ടിലായിരിക്കെ ഹദിയകൾ കൊണ്ടു നൽകും. നബി ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇത് നഷ്ടപ്പെടുന്നതിലാണെങ്കിലോ മറ്റു ഭാര്യമാർക്ക് സങ്കടം. പരാതി ബോധിപ്പിക്കാൻ ഉമ്മു സലമയെ അവർ ചട്ടം കെട്ടി. പരാതി കേട്ട് നബി പറഞ്ഞു, നിങ്ങൾ എന്നെ ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തരുതേ. ആയിഷയുടെ വസ്ത്രത്തിലായിരിക്കുമ്പോഴല്ലാതെ എനിക്ക് വഹി എത്തിയിട്ടില്ല. ഈ ഹദീസിലെ ഫീ സൗബി ആയിഷത്ത എന്നതിനെ ആയിഷയുടെ വസ്ത്രം ധരിച്ചിരിക്കെ എന്ന് ചിലർ തെറ്റായി വായിക്കുകയാണ്. എന്നാൽ ബുഖാരിയിലെ തന്നെ മറ്റൊരു ഹദീസിൽ ഫീ ലിഹാഫി ആയിഷത്ത എന്നാണ് പ്രയോഗം. അതായത് ആയിഷയുടെ പുതപ്പിലായിരിക്കെ എന്നാണ്. ഇതിൽ നിന്നും വസ്ത്രമെന്ന സാമാന്യ പ്രയോഗത്തെ പുതപ്പായി മനസ്സിലാക്കണമെന്ന് വ്യക്തമാണല്ലോ. ഈ ഹദീസിലൂടെ ആയിഷയുടെ മഹത്വം നബി മനസ്സിലാക്കി തരികയാണ്. മറ്റു ഭാര്യമാരുടെ പുതപ്പിനൊന്നും ദിവ്യ വെളിപാടിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. അതിന് തിരഞ്ഞെടുത്തുകൊണ്ട് ആയിഷയെ അള്ളാഹു മാനിക്കുമ്പോൾ ഹദിയകൾ നൽകി ഭൂമിയിലുള്ളവരും അവരെ മാനിക്കുന്നുവെന്നാണ് നബി പഠിപ്പിക്കുന്നത്. 10 ഉമ്മു സലീമിൻ്റെ വീട്ടിലെ തിരുനബിയുടെ സന്ദർശനം. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി ഭാര്യമാരുടെ വീട് കഴിഞ്ഞാൽ ആകെ സന്ദർശിച്ചിരുന്നത് ഉമ്മു സലീമിൻ്റെ വീടാണ്. ഉമ്മു സലീമും ഉമ്മു ഹറാമും ഒരേ വീട്ടിലാണ് താമസിച്ചിരുന്നത്. മദീനത്ത് വേരുകളുള്ള നബിയുടെ മാതാവ് വഴിക്കുള്ള മുലകുടി ബന്ധത്തിലെ മാതൃ സഹോദരിമാരായിരുന്നു അവർ. ഈ വിവാഹ നിഷിദ്ധ ബന്ധം മൂലമാണ് അവരോട് നബി അടുപ്പത്തിൽ പെരുമാറിയത്. അവർ തിരിച്ചും അങ്ങനെ തന്നെ. ഉമ്മു ഹറാം ബീവി വാത്സല്യത്തോടെ ശിരസ് നോക്കിക്കൊടുത്തതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, പിൽക്കാലക്കാർക്ക് അനുകരിക്കാൻ കഴിയുന്ന മഹത്തായ മാതൃകകൾ അവരിരുവരുടെയും സമീപനങ്ങളിൽ തെളിഞ്ഞു കാണാം. ഒരിക്കൽ തിരുമേനിയുടെ ഉറക്കത്തിനിടയിൽ ഉമ്മു സലീം ബീവി തിരുശരീരത്തു പൊടിഞ്ഞ വീർപ്പ് കണങ്ങൾ കുപ്പിയിലാക്കി. ഞെട്ടിയുണർന്ന നബിയോട് അവർ പറഞ്ഞു, ഇത് ബറക്കത്തിന് ശേഖരിക്കുന്നതാണേ. ഒരിക്കൽ ഉമ്മു ഹറാമിൻ്റെ അടുക്കൽ വച്ച് ഉറക്കത്തിൽ നിന്ന് പെട്ടെന്നുണർന്ന നബി തൻ്റെ ഉമ്മത്ത് പിൽക്കാലത്ത് കപ്പൽ യാത്രയിലൂടെ സൈനിക നടപടി നടത്തുമെന്ന് അറിയിപ്പ് കിട്ടിയതായി പറഞ്ഞു.
ഇത് കേട്ട ഹറാമിന് താനും അതിൽ ഉൾപ്പെടണമെന്ന് മോഹം. നബി ദുആ ചെയ്തു. വീണ്ടും ഉണർന്ന നബി മുമ്പ് പറഞ്ഞതുപോലെ ആവർത്തിച്ചു. ഹറാമും തൻ്റെ മോഹം പറഞ്ഞു. നബി പറഞ്ഞു, നിങ്ങൾ ആദ്യക്കാരിലുണ്ടാകും. അങ്ങനെ മുആവിയുടെ കാലത്ത് കപ്പലിൽ പോവുകയും ഇറങ്ങുമ്പോൾ തൻ്റെ വാഹനത്തിൽ നിന്ന് വീണ് വഫാത്താവുകയുമാണ് ഉണ്ടായത്. ഇവിടെ കുറിച്ചത് നബിയുടെ അസംഖ്യം പുലർന്ന പ്രവചനങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ആദരണീയ ബന്ധത്തെ വക്രീകരിച്ച് തിരുവെളിച്ചം കെടുത്തിക്കളയാമെന്നാണ് ചിലരുടെ മൂഢധാരണ. അതങ്ങാൻ ഒരു വഴിവിട്ട ബന്ധമായിരുന്നുവെങ്കിൽ അതിൽ ഏറ്റവും അധികം പ്രതിഷേധിക്കുക തിരുപത്നിമാരാകുമായിരുന്നു. പക്ഷേ അവർക്ക് അഭിപ്രായം നേരെ തിരിച്ചാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയുടെ തൃക്കരങ്ങളിൽ ഒരന്യ സ്ത്രീയും സ്പർശിച്ചിട്ടില്ല. അവരോടുള്ള ബൈഅത്ത് വാക്കാലായിരുന്നു. 11 കരിഞ്ജീരകമെന്ന ഒറ്റമൂലി. കരിഞ്ജീരകം അൽ ഹബ്ബത്തു സൗദ മരണമല്ലാത്ത സർവ്വരോഗങ്ങൾക്കും ശമനമാണെന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കരിഞ്ജീരകത്തെ പരാമർശിച്ച് നബി അതുപയോഗിക്കേണ്ട വിധം വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നിരുപാധിക പ്രയോഗത്തെ പഠനവിധേയമാക്കേണ്ടതുണ്ട്. അതിൽ ഗവേഷണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതായി നിരവധി വൈദ്യശാസ്ത്ര സൈറ്റുകളിൽ കാണാൻ കഴിയും. പലതും പൂർണ്ണതയിലെത്തിയിട്ടില്ല. അവയിൽ നിന്നും കരിഞ്ജീരകത്തിൻ്റെ വ്യത്യസ്ത ഘടകങ്ങൾ പല രോഗങ്ങൾക്കും മരുന്നായി വർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. വൈദ്യശാസ്ത്രം കണ്ടെത്തിയ കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങളിൽ ചിലത് എണ്ണി പറയാം. 1. കോശനാശവും നീർവീക്കവും തടയൽ. 2. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കൽ. 3. പ്രമേഹ നിയന്ത്രണം. 4. രോഗാണുനാശനം. 5. ചില ക്യാൻസർ കോശങ്ങളുടെ വളർച്ച മന്ദീകരിക്കൽ. 6. പ്രഷർ കൊളസ്ട്രോൾ നിയന്ത്രണം. 7. കരൾ നാശവും വൃക്കയിലെ കല്ലും തടയൽ. 8. ശ്വാസകോശ രോഗങ്ങൾക്ക് മരുന്ന്. 9. ഭാരനിയന്ത്രണം. 10. മുടികൊഴിച്ചിൽ തടയലും ചില ത്വക്കു രോഗങ്ങൾക്ക് മരുന്നും. മറ്റു വസ്തുക്കൾക്കില്ലാത്ത പ്രത്യേകത രോഗശമനത്തിൻ്റെ കാര്യത്തിൽ ഒരു വസ്തുവിനുണ്ടാകുമ്പോൾ എല്ലാം എന്ന് പ്രയോഗിക്കുക സർവാംഗീകൃതമായ സാഹിത്യരീതിയാണ്. മലയാളത്തിലും സമാനമായ പ്രയോഗങ്ങൾ കാണാം. ആ പീഡിയയിൽ ഉമ്മയും ബാപ്പിയും അല്ലാത്തതെല്ലാം കിട്ടും. ഈ പ്രയോഗം ഇതിനൊരു ഉദാഹരണമാണ്. ഈ വിവരണത്തിൽ നിന്ന് എന്തുകൊണ്ട് മറ്റു മരുന്നുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന ചോദ്യം അസ്ഥാനത്താണെന്ന് വളരെ വ്യക്തമാണല്ലോ. എന്നാൽ കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുത്തോടുന്ന മറ്റു ചിലർ കരിഞ്ജീരക എണ്ണയും മറ്റും വിറ്റ് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ നബിവചനം കരിഞ്ജീരകത്തിൽ കൂടുതൽ ഗവേഷണപാതകൾ തുറക്കാനുള്ള പ്രോത്സാഹനമായിട്ടാണ് കാണേണ്ടത്. 12 ആർത്തവ വേളയിലെ സ്പർശനം. അബൂദാവൂദും ബൈഹഖിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി ആയിഷയുടെ ആർത്തവ വേളയിൽ കടുത്ത തണുപ്പിൽ ചൂടുകൊള്ളുന്നതിനായി തുടയുടെ ഭാഗത്തേക്ക് മുഖവും നെഞ്ചും ചേർത്തു വച്ചതായി പറയുന്നുണ്ട്. ആദ്യമായി ഓർക്കേണ്ടത്, പ്രസ്തുത ഹദീസിലെ ഒന്നിലധികം റാവിമാരുടെ കാര്യത്തിൽ ഹദീസ് നിരൂപകർ ന്യൂനത ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുട്ടുപൊക്കിളിനിടയിൽ സ്പർശനം പാടില്ലെന്ന ഷാഫിഈ മദ്ഹബിലെ നിയമത്തിനെതിരിൽ ഇത് തെളിവാവുകയില്ല. ഇനി സ്വഹീഹാണെന്ന് വന്നാലും സൂക്ഷ്മതയുടെ പക്ഷത്താണല്ലോ നിൽക്കേണ്ടത്. മാത്രവുമല്ല, അടിമുണ്ടുൾപ്പെടെ വെളിപ്പെടുത്തിയോ എന്ന സംശയം ഈ ഹദീസ് ദൂരീകരിക്കുന്നുമില്ല. ഇതെല്ലാം മാറ്റിവച്ചാലും നിയമകാര്യത്തിൽ നബിക്ക് പ്രത്യേകതയുണ്ടാകുന്നതിൽ തടസ്സവുമില്ല. പ്രത്യേകതകൾ ചിലപ്പോൾ അധിക ബാധ്യതയായിരിക്കും, ചിലപ്പോൾ ഇളവും. മുട്ടുപൊക്കിളിനിടയിലെ സ്പർശന വിലക്ക് അത് ലൈംഗിക ബന്ധത്തിലേക്ക് ചേർക്കുമെന്നുള്ളത് കൊണ്ടാണ്. മഅ്സൂമായ നബിക്ക് കടുത്ത നിയന്ത്രണം സാധ്യമാകുന്നതിനാൽ ആ അപകടം പേടിക്കേണ്ടതില്ലല്ലോ. മാത്രമല്ല, ആർത്തവ വേളയിൽ മുട്ടുപൊക്കിളിനിടയിൽ ഒരു സ്പർശനവും പാടില്ലെന്നത് സർവാംഗീകൃത നിയമമൊന്നുമല്ല. ലൈംഗിക ബന്ധത്തിനെ വിലക്കുള്ളൂ എന്ന അഭിപ്രായക്കാർക്കും വികാരത്തോടെയുള്ള സ്പർശനമേ വിലക്കപ്പെട്ടിട്ടുള്ളൂ എന്ന അഭിപ്രായക്കാർക്കും ഈ ഹദീസ് തെളിവുകളിലൊന്നാണ്. 13 അശ്ലീല പ്രയോഗങ്ങൾ നടത്തിയെന്ന ആരോപണം. മാഇസ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയെ, എന്നെ അങ്ങ് ശുദ്ധീകരിക്കൂ. 3 വട്ടം ആവർത്തിച്ചു. നബി അത് അവഗണിച്ചു. 4-ാം വട്ടവും ആവർത്തിച്ചപ്പോൾ, നിനക്ക് ഭ്രാന്തുണ്ടോ എന്ന് നബി ചോദിച്ചു. ഇല്ല നബിയെ, ഇല്ല. അപ്പോൾ നബി, ചിലപ്പോൾ നീ ചുംബിച്ചതായിരിക്കും, അല്ലെങ്കിൽ സ്പർശിച്ചേ കാണൂ, അല്ല നോക്കിയിട്ടേ ഉണ്ടാകൂ എന്നിങ്ങനെ പറഞ്ഞു ഒഴിവാക്കാൻ ശ്രമിച്ചു.
അവയെയും മാഇസ് നിഷേധിച്ചു. തുടർന്ന് എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് ഉറപ്പുവരുത്തുന്നതിനായി തത്പ്രവർത്തനത്തിനുള്ള വളരെ വ്യക്തമായ പദം അഥവാ അനിക്തഹ എന്ന് നബി പ്രയോഗിച്ചു. ഇത്തരം പദങ്ങൾ സാധാരണ സംസാരങ്ങളിൽ മോശമായി ഗണിക്കപ്പെടുന്നതാണെങ്കിലും വളരെ കടുത്ത ശിക്ഷ ലഭിക്കുന്ന ഏറെ സൂക്ഷ്മത പുലർത്തേണ്ട കോടതി വ്യവഹാരങ്ങളിൽ മോശമായി കണക്കാക്കപ്പെടുകയില്ല. അത്തരം സന്ദർഭത്തിലാണ് നബി ആ പദം പ്രയോഗിക്കുന്നത്. മറ്റൊരു സന്ദർഭത്തിലും നബി അത് ഉപയോഗിച്ചിട്ടുമില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു കുറിക്കുന്നു, പൊതുവിൽ ജനങ്ങൾ വെറുക്കുന്ന കാര്യങ്ങളെ വ്യക്തമായി പറയാതെ പരോക്ഷമായി പ്രയോഗിക്കലാണ് തിരുസുന്നത്ത്. ഇതിനു ധാരാളം ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും കണ്ടെടുക്കാനാകും. എന്നാൽ തെറ്റിദ്ധാരണ നീക്കാനും നാനാർത്ഥ ആലങ്കാരിക അർത്ഥസാധ്യതകളെ ദൂരീകരിക്കാനും അത്തരം പദങ്ങൾ ആവശ്യമായി വന്നാൽ അത് പ്രയോഗിക്കുകയാണ് വേണ്ടത്. ഉദാഹരണത്തിന് അനിക്തഹ എന്ന പ്രയോഗം പോലെ. വ്യഭിചാരം സ്ഥിരപ്പെടണമെങ്കിൽ ഇത്തരത്തിൽ വളരെ വ്യക്തമായി തന്നെ കുറ്റസമ്മതം നടത്തേണ്ടതുണ്ട്. ഈ വിവരിച്ചതിൽ നിന്ന് മോശമായി ഗണിക്കപ്പെടുന്ന അസ്ഥാന പ്രയോഗങ്ങൾ നബി നടത്തിയിട്ടില്ലെന്ന് വ്യക്തമാണല്ലോ. മറ്റൊരു ആരോപണം അഇല്ലൂഹു ബിഹനി അബീഹി എന്ന പ്രയോഗത്തെ ചുറ്റിപ്പറ്റിയാണ്. പരിശുദ്ധ ഇസ്ലാം സ്വഹാബത്തിനെ സംസ്കരിച്ചു. ജാഹിലിയത്തിൽ അവർ പിന്തുടർന്നിരുന്ന സദ്ഗുണങ്ങളെ നിലനിർത്തുകയും ദുർമേധസ്സുകളെ ഉച്ചാടനം ചെയ്യുകയും ചെയ്തു. ഒരാളുടെ ശ്രേഷ്ഠതയ്ക്കുള്ള നിദാനം പരലോകത്തെ ഉന്നത സ്ഥാനമാണെന്നും അത് ലഭ്യമാവുക ദൈവ സാമീപ്യം കൊണ്ടുമാണെന്നും നബി പഠിപ്പിച്ചു. ഇതിനുശേഷവും ഗോത്രമഹിമകൾ പറഞ്ഞ് പെരുമ നടിക്കുകയും മറ്റുള്ളവരെ ഇകഴ്ത്തുകയും ചെയ്യുന്നവനോട്, അല്ലെങ്കിൽ തർക്കമുടലെടുക്കുമ്പോൾ സ്വഗോത്രത്തെ സഹായത്തിനായി വിളിച്ചാർക്കുന്നവനോട് താക്കീതായി അവൻ്റെ ഉത്ഭവ സ്ഥാനത്തെ ഓർമ്മപ്പെടുത്തി വിനയാന്വിതനാക്കുന്നതിനു വേണ്ടി പറയാൻ നബി നിർദ്ദേശിക്കുന്ന വാക്കുകളാണ് അഇല്ലൂഹു ബിഹനി അബീഹി എന്നത്. ഇതിനർത്ഥം പോയി വാപ്പാൻ്റെ അത് കടിക്കൂ എന്ന് പറയുക എന്നാണ്. ഈ കൽപ്പന കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഈ വാക്കുകൾ പരക്കെ പ്രയോഗിക്കപ്പെടാനല്ല, മറിച്ച് ഇത്ര ഭീകരമായ ബത്സനത്തിന് ഇരയാകേണ്ടി വരുമെന്ന ഭീതിയിൽ ഗോത്രമഹിമ കൊണ്ട് പെരുമതടിക്കൽ നിലച്ചു പോകാനാണ്. ഇത്രയും ശക്തമായ താക്കീത് ഈ വിഷയത്തിൽ വരുന്നതിനുള്ള കാരണം ഇസ്ലാമിൻ്റെ സാഹോദര്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന വിദ്വേഷവും പോരും വളർത്തുന്ന ദുഷ്കർമ്മമായതുകൊണ്ടാണ്. പിന്നെ മനസ്സിലാക്കേണ്ടത് സഭ്യേതര പദങ്ങൾ പൊതുവിൽ വിലക്കപ്പെട്ടതെങ്കിലും ചില സാഹചര്യങ്ങളിൽ ആവശ്യമായി വരും. മേൽ സന്ദർഭം അത്തരത്തിലുള്ളതാണ്. നബി തന്നെ പറയുന്നുണ്ട്, ഗോത്ര സ്വഭാവം നിങ്ങൾ ഉപേക്ഷിക്കണം, അത് ചീഞ്ഞു നാറുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വലാ തഖ്നു, നിങ്ങൾ സൂചനാ പദങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല, വ്യക്തമായ പദം തന്നെ ഉപയോഗിച്ചു കൊള്ളുകയെന്ന് കൽപ്പിക്കുന്ന പ്രവാചകർ സ്വയം ഉപയോഗിച്ചത് സൂചനാപദമായ ഹന് എന്നതു മാത്രമാണ്. 14 ദുർനടപ്പുകാരനിലൂടെ ശക്തിപ്പെടുന്ന മതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തീർച്ചയായും അള്ളാഹു ഈ മതത്തെ കുറ്റവാളിയായ മനുഷ്യനിലൂടെ ശക്തിപ്പെടുത്തും. ഇത് പറയാനുണ്ടായ സാഹചര്യം ഒരാളെപ്പറ്റി നബി നരകാവകാശിയാണെന്ന് പറഞ്ഞു. തുടർന്ന് അയാൾ ഖൈബറിൽ വമ്പൻ പോരാട്ടം കാഴ്ചവെച്ചപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അങ്ങ് ഇയാളെപ്പറ്റിയല്ലേ നരകാവകാശി എന്ന് പറഞ്ഞത്? അതെ, അയാൾ നരകാവകാശി തന്നെ. എന്നാൽ അന്നു രാത്രി യുദ്ധത്തിലുണ്ടായ മുറിവിൻ്റെ വേദന സഹിക്കാനാകാതെ ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. ഇക്കാര്യം നബിയെ അറിയിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ വാചകമാണ് മേലുദ്ധരിച്ചത്. ഈ തിരുമൊഴിയെ സാഹചര്യത്തോട് ചേർത്ത് വായിക്കുമ്പോൾ സംശയിക്കാൻ യാതൊന്നുമില്ല. ഇത് കുറ്റകൃത്യത്തിനുള്ള പ്രോത്സാഹനമാണ് എന്ന വാദം ഉണ്ടയില്ല വെടിയാണ്. കാരണം നബി നിങ്ങൾ കുറ്റവാളിയായി ദീനിനെ ശക്തിപ്പെടുത്തണമെന്നല്ല പറയുന്നത്, മറിച്ച് കുറ്റവാളിയിലൂടെയും അള്ളാഹു ദീൻ ശക്തിപ്പെടുത്തുമെന്നാണ്. അതുകൊണ്ട് ദീനിനുപകാരമുണ്ടെന്ന് കണ്ട് ആരെയും വെള്ളപൂശേണ്ടതില്ലെന്ന്. ഇത്തരത്തിൽ ചരിത്രത്തിലുടനീളം പരിശോധിച്ചാൽ സത്യദീനിൻ്റെ കടുത്ത ശത്രുക്കൾ പോലും അചിന്ത്യ ദീനിനുപകാരികളായി മാറിയതിനു നിരവധി ഉദാഹരണങ്ങൾ നിരത്താനാകും. ഭരണാധികാരി നിശ്ചയിക്കുന്ന ഇമാം ദുർനടപ്പുകാരനാണെങ്കിലും പിന്തുടരണമെന്ന കൽപ്പനയും കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അരാജകാവസ്ഥയേക്കാൾ മികച്ചതാണ് ക്രൂരനായ രാജാവിനാൽ ഭരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭരണാധികാരി നിശ്ചയിക്കുന്ന ഇമാം ദുർനടപ്പുകാരനാകുമ്പോൾ പിന്തുടരാതിരുന്നാൽ ഇമാമിനെതിരെ തിരിയുന്നുവെന്ന പ്രതീതിയുണ്ടാവുകയും നാടിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുകയും ചെയ്യും. ഇതൊഴിവാക്കാനാണ് അത്തരം ഇമാമിനെ പിന്തുടരണമെന്ന് നബി കൽപ്പിക്കുന്നത്. 15 ചങ്ങലയിലുള്ള പിശാചും കുറ്റകൃത്യങ്ങളും.
മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റമളാനായാൽ സ്വർഗ്ഗ കവാടം തുറക്കപ്പെടുകയും നരകം അടക്കപ്പെടുകയും പിശാചുക്കളെ തളയ്ക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ചങ്ങലയിൽ തളയ്ക്കപ്പെട്ടിട്ടും കുറ്റകൃത്യങ്ങൾ തുടരുന്നത് ഈ വാചകത്തെ കളവാക്കുന്നില്ല. കാരണം തെറ്റിന് പ്രേരകം പിശാച് മാത്രമല്ല, അന്നഫ്സൽ അമ്മാറ, ആത്മാവിൻ്റെ പൈശാചികാംശത്തിനു മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നതിൽ ഭീമമായ പങ്കുണ്ട്. പിശാചിൻ്റെ ദുർബോധനം അള്ളാഹുവിനോട് കാവൽ തേടിയാൽ നീങ്ങിപ്പോകുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നാൽ ദേഹേച്ഛകളെ കൊണ്ടുള്ള നഫ്സിൻ്റെ മന്ത്രം ശമിപ്പിക്കാൻ തീവ്ര പരിശ്രമം തന്നെ ആവശ്യമായി വരും. പിശാച് തെറ്റുമന്ത്രിക്കുന്ന ആത്മാവ്, ദേഹേച്ഛ, ഭൗതിക ലോകത്തിൻ്റെ പ്രലോഭനം തുടങ്ങി നിരവധി ഘടകങ്ങൾ തെറ്റിന് പിന്നിൽ പ്രവർത്തിക്കുന്നതിനാൽ ചിലതൊഴിവായാലും തെറ്റു സംഭവിക്കുമെന്ന് സാരം. മാത്രമല്ല, എല്ലാ പിശാചുക്കളും ചങ്ങലക്കിടപ്പെടുന്നില്ല. കരും തെമ്മാടികളെയാണ് തളയ്ക്കപ്പെടുക. കരീൻ എന്ന മനുഷ്യനോടൊപ്പമുള്ള പിശാചിനെ ചങ്ങലക്കിടപ്പെടുകയില്ല. കൂടാതെ മനസ്സിലാക്കേണ്ടത്, ചങ്ങലക്കിടപ്പെട്ടാലും സ്വൈര്യ ദുർബോധനത്തിനുള്ള ശേഷി കുറയുമെന്നല്ലാതെ പൂർണ്ണമായും നഷ്ടപ്പെടുന്നില്ല. ഇതിൻ്റെ ഫലമായി മുസ്ലിം പ്രദേശങ്ങളിൽ റമളാനോടെ കുറ്റകൃത്യങ്ങൾ കുത്തനെ കുറയുകയും നന്മകൾ പെരുകുകയും ചെയ്യുമെന്നത് അവിതർക്കിതമാണ്. ഇതിൻ്റെ പിന്നിലെ നിമിത്തം സൂചിപ്പിക്കുകയായിരുന്നു റസൂലുള്ളാ. 16. വിഷവും സംരക്ഷണവും. ഖൈബർ യുദ്ധം ജയത്തോടെ അവസാനിച്ചു. അവിടുത്തെ ജൂതരുമായി ഒരു കരാറിലെത്തിയതോടെ തിരുനബിയെ വിരുന്നിനു ക്ഷണിക്കപ്പെട്ടു. നബിക്ക് ഇഷ്ടമുള്ളത് ഏത് മാംസമാണെന്ന് സൈനബ് ബിൻത് ഹാരിസ് ചോദിച്ചു ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഭക്ഷണം തയ്യാർ. നബി ഒരു കഷ്ണം വായിലേക്ക് വച്ചു. എന്തോ പന്തികേട്. ഉടനെ അതിൻ്റെ എല്ല് നബിയോട് മന്ത്രിച്ചു, ഇത് വിഷം പുരട്ടപ്പെട്ടതാണ്. പക്ഷേ അപ്പോഴേക്കും ബിശ്ർ ബിൻ ബറാ ഉള്ളിലേക്ക് ഇറക്കി കഴിഞ്ഞിരുന്നു. ബോധമറ്റു. നബി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. സത്യം പറയുമോ എന്ന് പരീക്ഷിക്കാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. നുണ പറയാൻ ഒരു വഴിയുമില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തി. നബി ചോദിച്ചു, ആരാണ് വിഷം പുരട്ടിയത്? സൈനബ് താനാണെന്ന് സമ്മതിച്ചു. എന്തിനെന്നായി നബി? അവൾ പറഞ്ഞു, താങ്കൾ എനിക്ക് ഉറ്റ ബന്ധുക്കളെ നഷ്ടപ്പെടുത്തി. താങ്കളങ്ങാൻ ഒരു കള്ളനാണെങ്കിൽ ഈ ശല്യമങ്ങ് തീരട്ടെ. നബിയാണെങ്കിൽ അറിയിപ്പ് കിട്ടുകയും ചെയ്യുമല്ലോ. നബി പറഞ്ഞു, എന്നെ വധിക്കാൻ നിനക്ക് കഴിയില്ല. തുടർന്ന് നബി അവളെ വിട്ടയച്ചു. അപ്പോഴും നബിയുടെ ചെറുനാവിൽ ആ വിഷത്തിൻ്റെ ശല്യം പ്രകടമാകുന്നുണ്ടായിരുന്നു. എന്നാൽ ബിശ്ർ മരണപ്പെട്ടതോടെ പ്രതിക്രിയയുടെ ഭാഗമായി അവളെ ബിശ്റിൻ്റെ അവകാശികൾക്ക് വിട്ടുകൊടുക്കുകയും വധിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് 3 വർഷങ്ങളോളം നബി തൻ്റെ പ്രബോധന ദൗത്യത്തിൽ തുടർന്നു. തിരുനബിക്ക് തൻ്റെ വഫാത്ത് അടുത്തു വന്നതിന് പല സൂചനകളും ലഭിച്ചു. വിശുദ്ധ ദീൻ പൂർത്തിയാക്കപ്പെട്ടതായി ഖുർആൻ പ്രഖ്യാപിച്ചു. വിടവാങ്ങൽ പ്രസംഗത്തിൽ ഒരിക്കൽ കൂടി ഹജ്ജിന് താനുണ്ടാകില്ലെന്ന് സൂചന നൽകി. ഖുർആനിൻ്റെ അവതരണം ഏതാണ്ട് പൂർത്തിയായി. നബി തൻ്റെ മരണകാരണമായ രോഗത്തിനിടയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അന്ന് ഖൈബറിൽ ചവച്ച ഭക്ഷണത്തിൻ്റെ വേദന ഇപ്പോഴുമുണ്ട്. അതുകാരണം എൻ്റെ മഹാധമനി മുറിക്കപ്പെടാനുള്ള നേരമായി, അഥവാ വഫാത്താകാൻ. ഇത് തിരുനബിയുടെ ഒരു മുഅ്ജിസത്താണ്. സാധാരണയിൽ മനുഷ്യർ മരണപ്പെടുന്ന വിഷമേറ്റിട്ടും തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതിനുശേഷവും തൻ്റെ ദൗത്യത്തിൽ 3 വർഷം തുടർന്നു. കാരണം അള്ളാഹു പറയുന്നു, വല്ലാഹു യഅ്സിമുക മിനന്നാസ്, അങ്ങ് ധൈര്യമായി ദൗത്യവുമായി മുന്നോട്ട് പോയിക്കൊള്ളുക. അതിന് വിഘാതമായി ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന എന്തിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കും. ഈ സംരക്ഷണം തിരുനബിയുടെ ജീവിതത്തിലുടനീളം തെളിഞ്ഞു കാണാം. അബൂ താലിബിലൂടെയും തുടർന്ന് അൻസാറുകളിലൂടെയും സംരക്ഷിച്ചു. നബിയെ വധിക്കാനുള്ള കുതന്ത്രങ്ങളെപ്പറ്റി വിവരം കൊടുത്തു. ശക്തമായ സംഘടനകളിലും ജീവൻ പോകാതെ കാത്തു. എന്നാൽ നബിയുടെ ദറജ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉപദ്രവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ത്വായിഫിലും ഉഹദിലും ഖൈബറിലെ വിരുന്നിലും സംഭവിച്ചത്. അതൊന്നും തൻ്റെ ദൗത്യത്തിന് തടസ്സമായിട്ടില്ല. എങ്കിലും തൻ്റെ ദൗത്യമെല്ലാം പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്ത ഘട്ടത്തിൽ നുബുവത്തിനും റിസാലത്തിനും പുറമെ ഷഹാദത്തു കൂടി നൽകി നബിയെ ആദരിക്കണമെന്ന് തീരുമാനിച്ച റബ്ബ് നബിയുടെ വഫാത്തിന് വിഷം കാരണമാക്കി. 17. സിഹ്റുബാധ. തിരുനബി തൻ്റെ റിസാലത്ത് ജനങ്ങളിലേക്ക് വയ്ക്കുന്നത് മുഅ്ജിസത്തുകളുടെ അകമ്പടിയോടുകൂടിയാണ്. അതിൻ്റെ അജയ്യത ജനങ്ങൾക്ക് എന്നേ ബോധ്യപ്പെട്ടതാണ്. അന്ന് അധിക പേരും അവിശ്വസിച്ചത് അസൂയ മൂലമോ മാനക്ഷതം ഭയന്നോ ആയിരുന്നു. തങ്ങൾക്ക്
തങ്ങൾക്ക് പ്രവാചകത്വത്തിനു മുമ്പോ ശേഷമോ യാതൊരു പാളിച്ചയും ആർക്കും എടുത്തു കാണിക്കാനില്ല. എത്തിച്ചു കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ടത് കൃത്യമായി തന്നെ എത്തിച്ചു നൽകിയിട്ടുണ്ടെന്ന് ഖണ്ഡിതമായ തെളിവുകളിലൂടെ സ്ഥിരീകൃതമായി. നബിയോട് കടുത്ത ശത്രുത പുലർത്തിയ ജൂതന്മാർ പല പ്രലോഭനങ്ങളുമായി ലബീദ് ബിനു അഅ്സമിൻ്റെ അടുക്കലെത്തി. അവർക്ക് വേണ്ടത് സിഹ്റിലൂടെ നബിയുടെ ബുദ്ധി നശിക്കണം. സിഹ്റിൽ അഗ്രഗണ്യനായ ലബീദ് കാര്യമേറ്റു. ചീകുമ്പോൾ പൊഴിഞ്ഞു പോകുന്ന രോമങ്ങളും ചീർപ്പും ഈന്തപ്പനയുടെ ആദ്യാവസ്ഥയിലുള്ള പൂങ്കലിയും ചേർത്ത് അയാൾ ക്ഷുദ്രവേലകൾ ചെയ്തു. തൻ്റെ ദൗത്യത്തിന് തടസ്സമാകുന്ന ഏതൊരു അപകടങ്ങളിൽ നിന്നും നബിക്ക് സംരക്ഷണം നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മറ്റു നബിമാരെ പോലെ തന്നെ ചില ഇടങ്ങേറുകൾ സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഉഹദിലും ത്വായിഫിലും മക്കയിലെ ഉപരോധത്തിലും ഉണ്ടായതിന് സമാനമായ ഒരു ബുദ്ധിമുട്ട് സിഹ്ർ മൂലവും നബിക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബിക്ക് താൻ ചെയ്യാത്തത് ചെയ്തുവെന്ന് തോന്നും. തബ്ലീഗിലുള്ള സംരക്ഷണം സ്ഥിരപ്പെട്ട നിലക്ക് ഈ തോന്നൽ നബിയുടെ ദൗത്യത്തെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാണല്ലോ. എന്നല്ല, ഏതു കാര്യത്തിലാണ് ഈ ബുദ്ധിമുട്ട് ബാധിച്ചതെന്ന് മറ്റു ഹദീസുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, ഭാര്യമാരോട് ബന്ധപ്പെടണമെന്ന് നബിക്ക് തോന്നുമെങ്കിലും അത് സംഭവിക്കില്ല. അതായത് നബിയിൽ ലൈംഗിക ബന്ധത്തിനുള്ള ഉന്മേഷം ജനിക്കുകയും എന്നാൽ സമീപിക്കുമ്പോഴേക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഇതിൽ നിന്നും വ്യക്തമാണല്ലോ നബിയുടെ ആ തോന്നൽ നിത്യജീവിതത്തിൽ മനുഷ്യനായ നബി നിർവഹിച്ചു പോന്ന ചില കാര്യങ്ങളിൽ മാത്രമാണെന്ന്. ആ തോന്നൽ മനസ്സിൽ പൊടുന്നനെ മിന്നി പറഞ്ഞു പോകുന്ന ഒന്നു മാത്രമാണ്. പിന്നീട് കാര്യം വ്യക്തമാവുകയും ചെയ്യും. ഭാര്യമാരോടൊത്തുള്ള ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നിർവഹിക്കണമെന്നത് തബ്ലീഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് കൊണ്ട് തന്നെ അതുമൂലം നബിയുടെ ദൗത്യത്തിന് ഒരു പോറലുമേറ്റിട്ടില്ല. എന്നല്ല, ആ ദൗത്യം അപ്പോഴും കൃത്യമായി നിർവഹിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. കാരണം ആയിഷ ബീവി പറയുന്നു, നബി ഈ ബുദ്ധിമുട്ടിൽ നിന്ന് മോചനത്തിനായി റബ്ബിനോട് വീണ്ടും വീണ്ടും അപേക്ഷിച്ചു. അങ്ങനെ വഹിയിൽ 2 മനുഷ്യർ, ഒരാൾ തലഭാഗത്ത് മറ്റൊരാൾ കാൽഭാഗത്തും. കാൽഭാഗത്തുള്ളയാൾ അപരനോട് ചോദിച്ചു, എന്തുപറ്റി ഇദ്ദേഹത്തിന്? സിഹ്ർ ബാധിച്ചതാണ്. ആരാണിതിന് പിന്നിൽ? ലബീദ് ബിനു അഅ്സമാണ്. എവിടെയാണുള്ളത്? ദർവാൻ എന്ന കിണറിലാണ്. തുടർന്നതിൻ്റെ വിശദാംശങ്ങളും നൽകി. നബി അത് പുറത്തെടുക്കാൻ നിർദ്ദേശിക്കുകയും യോജിച്ച വിധം ഫലശൂന്യമാക്കുകയും ചെയ്തു. ഇത് തിരുനബിക്കുള്ള വഹിയിൽ യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ലെന്നതിനു തെളിവാണ്. മാത്രമല്ല, സിഹ്റിൻ്റെ അംശം നബിക്ക് നൽകുന്നതിലൂടെ അതിനുള്ള പ്രതിവിധി റബ്ബ് മനുഷ്യരെ പഠിപ്പിക്കുകയായിരുന്നു. സിഹ്ർ ബാത്തിലാക്കാനും വരാതെ കാക്കാനും ഈ സംഭവത്തിലൂടെ ഫലവത്തായ 2 മരുന്നുകൾ ഏകി. അതാണ് മുഅവ്വിദത്താനി. ഇതെല്ലാം നൽകുന്നതിന് വേണ്ടി തിരുനബിയെ റബ്ബ് അത്തരം സാഹചര്യത്തിലൂടെ കൊണ്ടുപോവുകയായിരുന്നു. 18 സ്ത്രീ ദർശനം. തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബൂ കബ്ശത്തുൽ അൻമാരി പറയുന്നു, നബി സ്വഹാബത്തുമൊത്ത് ഇരിക്കുകയാണ്. പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റ് പോയി. അല്പസമയം കഴിഞ്ഞ് മടങ്ങി വന്നു. കുളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചു, നബിയെ വല്ലതും സംഭവിച്ചോ? അതെ, നബി പ്രതികരിച്ചു. ഒരുവൾ ഇതിലൂടെ കടന്നുപോയി. അപ്പോൾ മനസ്സിൽ എന്തോ ഒന്ന് കുടുങ്ങി. ഞാൻ എൻ്റെ ഭാര്യമാരിൽ ഒരാളുടെ അടുക്കൽ ചെന്നു. അതാണ് സംഭവം. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, പിശാചിൻ്റെ രൂപത്തിൽ പെണ്ണ് കടന്നു വരും, അങ്ങനെ തന്നെ മടങ്ങുകയും ചെയ്യും. ആർക്കെങ്കിലും അത്തരം അനുഭവമുണ്ടായാൽ തൻ്റെ വീട്ടുകാരിയുടെ അടുക്കൽ ചെല്ലട്ടെ, അവൾക്കുള്ളത് ഇവൾക്കുമുണ്ട്. ജാബിറിൻ്റെ റിപ്പോർട്ടിൽ നബി ചെന്നത് സൈനബ് ബിൻത് ജക്ഷൻ്റെ അടുക്കലാണെന്നുണ്ട്. അപ്പോൾ അവർ ഊറക്കിടുന്നതിൻ്റെ ഭാഗമായി തോൽ പദം വരുത്തുകയായിരുന്നു. ഹിജറ 5 അന്യസ്ത്രീയെ നോക്കുന്നത് വിലക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മഅസൂമായ നബിക്ക് സംസ്കരണം എളുപ്പമാകുന്നതിന് ഈ വിലക്ക് ബാധകമല്ല. പ്രസ്തുത സംഭവത്തിൽ ഇത്തരം സാഹചര്യത്തിലൂടെ ഒരു മനുഷ്യൻ കടന്നുപോയാൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതിനുള്ള സാഹചര്യം അവൻ ഒരുക്കുകയാണ്. അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ നിരവധി അന്യസ്ത്രീ ദർശനം ഉണ്ടായിട്ടും അപ്പോഴൊന്നുമില്ലാത്ത ഒരനുഭവം നബിക്കുണ്ടാകുന്നത്. ആരോഗ്യമുള്ള പുരുഷ പ്രകൃതിയുടെ ഭാഗമായി പൊടുന്നനെ വികാരം മുളപൊട്ടുന്നത് കുറ്റകരവുമല്ല. എന്നാൽ ആ വികാരം നിയന്ത്രിക്കാനും സ്വഹാബത്തിനൊത്തു തുടരാനും കടുത്ത നിയന്ത്രണം സാധ്യമാകുന്ന നബിക്ക് വളരെ എളുപ്പമാണ്. എന്നാൽ അവിടുന്ന് ഉടനെ എഴുന്നേറ്റ് പോയി മടങ്ങി വന്നത് സ്വഹാബത്തിനെ ഇത്തരം സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് പഠിപ്പിക്കാനാണ്.
തൻ്റെ വികാരപൂർത്തീകരണത്തിന് വേണ്ടി ഇണയുടെ ജോലി തടസ്സപ്പെടുത്തി എന്ന് പറയുന്നത് ഇണകൾ തമ്മിലുള്ള അഗാധ ബന്ധത്തെപ്പറ്റി ഒരു ചുക്കും അറിയാത്തതുകൊണ്ടാണ്. സ്വന്തം തിരക്കുകൾക്കിടയിലും അവരിനു വേണ്ടി സമയം ചെലവഴിക്കുന്നതിൽ സന്തോഷിക്കുന്നവരാണ് ഇണകൾ. ഇവിടെ സ്ത്രീ പൈശാചിക രൂപത്തിൽ വരുമെന്ന് പറഞ്ഞത് ആലങ്കാരികമാണ്. അതായത് പിശാച് മനസ്സിൽ വസ്വാസുണ്ടാക്കുന്നത് പോലെ സ്ത്രീ ദർശനം വസ്വാസിനു കാരണമാകുമെന്ന്. 19. അടിമത്തം. തിരുനബിയിലൂടെ സത്യമതത്തിൻ്റെ അവസാന പരിഷ്കാരം നടക്കുകയാണ്. അതിനുള്ള പാകത ലോകം കൈവരിച്ചിട്ടുണ്ട്. ഇനിയൊരു പരിഷ്കാരം ചിന്തനീയമേ അല്ല. അന്നും തുടർന്ന് നൂറ്റാണ്ടുകളോളം സമൂഹത്തിൻ്റെ സാമ്പത്തിക സമസ്ഥിതി പാലനം നിർവഹിച്ചു പോന്നത് അടിമത്തമാണ്. അതുകൊണ്ട് തന്നെ റോമൻ, പേർഷ്യൻ, ഗ്രീക്ക്, ഇന്ത്യൻ, ചൈനീസ്, ആഫ്രിക്കൻ, യൂറോപ്യൻ സംസ്കാരങ്ങളിലെല്ലാം അത് നിലനിന്നു പോന്നു. എന്നാൽ ഏതു മനുഷ്യബന്ധങ്ങളിലുമെന്ന പോലെ അടിമ ഉടമ ബന്ധവും പുഴുക്കുത്തുകൾ ബാധിച്ച് ചൂഷണാത്മകവും മാനുഷിക വിരുദ്ധവുമായി തുടർന്നു. ഇതിനൊരു പരിഷ്കരണം അത്യാവശ്യമാണ്. ഇസ്ലാമിൻ്റെ ഇടപെടലുകൾ എന്നും പ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ അടിമത്ത നിരോധനത്തിന് നബി മുതിർന്നില്ല. അത് സമൂഹത്തിൻ്റെ സാമ്പത്തിക സമസ്ഥിതിയെ താറുമാറാക്കും. എന്നാൽ തിരുനബി അടിമത്തത്തെ അടിമുടി പരിഷ്കരിച്ചു. അതിൻ്റെ കാരണങ്ങൾ വെട്ടിക്കുറച്ചു. അടിമ ഉടമ ബന്ധത്തെ ഊഷ്മളമാക്കി. പതുക്കെ പതുക്കെ അടിമത്തം നിലച്ചു പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ഇസ്ലാമിന് മുമ്പ് അടിമത്തത്തിന് വിപുലമായ കാരണങ്ങളുണ്ടായിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, കടക്കണി, വഞ്ചന, അധർമ്മയുദ്ധം തുടങ്ങിയവ. അടിമക്ക് ജനിക്കുന്നതെല്ലാം അടിമകൾ തന്നെ. എന്നാൽ തിരുനബി അടിമത്തത്തിൻ്റെ അടിസ്ഥാന കാരണം യുദ്ധത്തടവുകാരിൽ ഭരണാധികാരിക്കുള്ള തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം മാത്രമാക്കി ചുരുക്കി. അയാൾക്ക് യുക്തിപൂർവം കാര്യങ്ങൾ തീരുമാനിക്കാം. പൂർണ്ണമായി ചൂഷണാത്മകമായിരുന്ന അടിമ ഉടമ ബന്ധത്തെ മനുഷ്യ ബന്ധമാക്കി പരിവർത്തിപ്പിച്ചു. മനുഷ്യബന്ധങ്ങളെ ഊഷ്മളമാക്കണമെന്ന് ഉണർത്തുന്ന ഖുർആൻ അടിമ ഉടമ ബന്ധത്തെ പരാമർശിക്കുന്നത് രക്തബന്ധത്തോടൊപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അവർ നിങ്ങളുടെ പരിചരണത്തിൽ കഴിയുന്ന സഹോദരങ്ങളാണ്. നിങ്ങൾ ഭക്ഷിക്കുന്നതെന്തോ അത് തന്നെ അവരും ഭക്ഷിക്കട്ടെ. നിങ്ങൾ ഉടുക്കുന്നതിന് തുല്യമായത് അവരും ഉടുക്കട്ടെ. എടുത്താൽ പൊങ്ങാത്ത പണി ചെയ്യിപ്പിക്കരുത്. ജോലി അത്തരത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കുക. ഈ ഉമ്മത്തിനോടുള്ള നബിയുടെ അവസാന വസിയ്യത്തും ഇതായിരുന്നു. നിസ്കാരത്തിൻ്റെ കാര്യത്തിലും അടിമയുടെ കാര്യത്തിലും നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം. അടിമയുടെ സാംസ്കാരിക നിലവാരം ഉയർത്തുന്ന നടപടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈക്കൊണ്ടു. അവരെ അടിമയെന്ന് വിളിക്കുന്നത് വിലക്കി. സ്വന്തം സ്വാതന്ത്ര്യം വിലക്ക് വാങ്ങാനുള്ള അവകാശം നൽകി. അത്തരം കരാറുകളിലേക്ക് ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അടിമത്ത മോചനം ലഭിച്ചവരെ ഉയർന്ന സാമൂഹിക സ്ഥാനങ്ങളിൽ നിയമിച്ചു. കൂടാതെ പതുക്കെയുള്ള അടിമത്ത നിർമ്മാർജ്ജനത്തിനായി അടിമത്ത മോചനത്തെ ഉയർന്ന സൽക്കർമ്മമായി നബി പഠിപ്പിച്ചു. അതിനുള്ള മാതൃകകൾ അവിടുന്ന് കാണിച്ചു കൊടുത്തു. മോചന കരാർ എഴുതപ്പെട്ടവർക്ക് മോചനം എളുപ്പമാകുന്നതിന് സക്കാത്ത് വിഹിതം ഏർപ്പെടുത്തി. നിരവധി തെറ്റുകൾക്കും പിഴവുകൾക്കുമുള്ള പ്രായശ്ചിത്തമായി അടിമത്ത മോചനത്തെ നിശ്ചയിച്ചു. സാങ്കേതിക വിദ്യകളുടെ കടന്നുവരവോടെ വ്യവസായ വിപ്ലവം യൂറോപ്പിൽ അരങ്ങേറി. അതിനു മുന്നേ കൃഷി, ഖനനം, നിർമ്മാണം തുടങ്ങിയ ജോലികൾക്ക് വലിയ മനുഷ്യവിഭവം ആവശ്യമായിരുന്നു. ഇത്തരം ജോലികൾ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഉയർന്ന മനുഷ്യവിഭവം ആവശ്യമായിരുന്ന ഇത്തരം ജോലികൾ ലാഭകരമായി നടക്കണമെങ്കിൽ അടിമകൾ കൂടിയേ തീരൂ. കാരണം കൂലി വേലക്കാരുടെ മൊത്തം കൂലി നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നത്തേക്കാൾ അധികമായിരിക്കും. അതുകൊണ്ട് തന്നെ വ്യവസായ വിപ്ലവത്തിന് മുന്നേ അടിമത്ത സംവിധാനം സാമൂഹിക നിലനിൽപ്പിന് അനിവാര്യമായിരുന്നു. എന്നാൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ അടിമത്തം ലാഭകരമല്ലാതായി തീർന്നു. കാരണം ഉൽപ്പന്ന നിർമ്മാണത്തിന് കുറഞ്ഞ മനുഷ്യവിഭവമേ ആവശ്യമാകുന്നുള്ളൂ. അതായത് പരിമിതമായ കൂലിവേലക്കാരെ കൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്നായി. അവർക്ക് കൊടുക്കേണ്ട ശമ്പളം മുമ്പ് അടിമകൾക്ക് നൽകി വന്ന സൗകര്യങ്ങളുടെ ചെലവിനേക്കാൾ തുലവും തുച്ഛമാണ്. എന്നു മാത്രമല്ല, മുതലാളിത്തത്തിൻ്റെ അമിത ഉപഭോഗ സംസ്കാരത്തിൽ ധാരാളം ഉപഭോക്താക്കളെ ആവശ്യമുണ്ട്. അടിമകൾ പേരിൽ അടിമകളായി തുടർന്നാൽ ഉൽപ്പന്നം വിറ്റുപോകാതെയാകും. ഇതുകൊണ്ട് തന്നെ സാമ്പത്തികമാണ് പടിഞ്ഞാറിൻ്റെ അടിമത്ത നിരോധനത്തിന് പിന്നിൽ, ധാർമ്മികമല്ല. എന്നു മാത്രമല്ല, വംശമഹിമയുടെ പേരിൽ അമേരിക്കൻ നാടുകളിലേക്ക് കപ്പൽ കടത്തിയത് 1.25 കോടി മനുഷ്യരെയാണ്. 20 ലക്ഷം പേർ കരയണയും മുന്നേ കടൽ മീനുകൾക്ക് ഭക്ഷണമായി.
ശേഷിച്ചവരിൽ നിന്ന് രൂപം കൊണ്ട വലിയൊരു ജനവിഭാഗം അമേരിക്കൻ നാടുകളിലുണ്ട്. അവർ സംഘടിച്ച് വിപ്ലവം നയിച്ചേക്കുമോ എന്ന് കോളനി ശക്തികൾ ഭയപ്പെട്ടു. കൂടാതെ സാങ്കേതിക വിദ്യയിൽ തങ്ങളോളം എത്താത്ത അടിമത്തത്തെ ആശ്രയിക്കുന്ന ഇതര രാജ്യങ്ങളുടെ ശക്തി ക്ഷയിപ്പിക്കാനും മേൽക്കോയ്മ നിലനിർത്താനും അടിമത്ത നിരോധനത്തെ പടിഞ്ഞാറ് കരുവാക്കി. ഇതുകൊണ്ടെല്ലാമാണ് ചരിത്രം മറന്ന് അടിമത്തത്തിനെതിരെ വലിയ വായിൽ സുവിശേഷം പ്രസംഗിച്ചത്. വാസ്തവത്തിൽ മുതലാളിത്ത വ്യവസ്ഥയിൽ അടിമയെന്ന് വിളിക്കപ്പെടുന്നില്ലെങ്കിലും തൊഴിലാളികൾ ഒരുതരം അടിമകൾ തന്നെ. കാരണം ഇല്ലാത്ത പുരോഗമനം പറഞ്ഞ് അനാവശ്യ ഉപഭോഗ സംസ്കാരത്തെ തൊഴിലാളികളിൽ കുത്തിനിറയ്ക്കും. അവർ എന്നും ആവശ്യക്കാർ തന്നെ. പെട്ടെന്ന് കാര്യം സാധിക്കാൻ ലോൺ, EMI, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ പേരിൽ മോഹവാഗ്ദാനങ്ങൾ നൽകും. ഇനി മരിക്കുന്നതുവരെ പണിയെടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. സാങ്കേതിക വിദ്യ പുരോഗമിച്ചതോടെ ഉൽപ്പന്ന നിർമ്മാണത്തിന് വലിയ ആയാസം വേണ്ടതില്ല. അതുകൊണ്ട് സ്ത്രീകൾക്കും ജോലി ചെയ്യാം. എന്നാൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പേരും പറഞ്ഞ് സ്ത്രീകൾക്ക് തൊഴിൽ വൈദഗ്ധ്യം നൽകുകയും തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് തൊഴിലാളികളുടെ ലഭ്യത കൂട്ടാനാണ്. അങ്ങനെ തൊഴിലിൻ്റെ ഡിമാൻഡ് കുറഞ്ഞാൽ വേതനം കുറയ്ക്കാം. വേതനം കുറഞ്ഞാൽ അനുഷ്ഠിച്ചു കഴിയാനേ ഒക്കൂ. അപ്പോൾ അവരെന്നും തൊഴിലാളികൾ തന്നെ. ഇത്തരത്തിൽ അടിമകളല്ലാത്ത അടിമകളെ ലഭിച്ചതുകൊണ്ടാണ് മുതലാളിത്തം അടിമത്തം നിരോധിച്ചത്. ഇത്തരത്തിൽ അടിമത്തം നിരോധിച്ചതുമൂലം യുദ്ധത്തടവുകാരുടെ സ്ഥിതി അങ്ങേയറ്റം ക്ലേശപൂർണമായി. ജനീവ കരാറിൽ യുദ്ധത്തടവുകാരെ വിട്ടയക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും വൻശക്തികൾ അത് പാലിക്കാറില്ല. ജയിലിൽ നിന്നിറങ്ങിയാൽ സംഘടിച്ച് രാജ്യത്തിന് ഭീഷണിയായി മാറുമെന്ന് പറഞ്ഞ് വിചാരണ കൂടാതെ പുറം വെളിച്ചം കാണാത്തവരായി ഇന്ന് വിവിധ ജയിലുകളിലുള്ളത് 1,15,00,000 മനുഷ്യരാണ്. പിൽക്കാലത്ത് വിട്ടയക്കപ്പെട്ടാൽ അവരുടെ മനുഷ്യക്കോലം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ജീവിക്കാൻ കൊതിയില്ലാത്തവർ. മനുഷ്യനെന്ന സാമൂഹിക ജീവിയുടെ സാമൂഹിക ജീവിതം നഷ്ടപ്പെടുത്തി കൊല്ലാക്കൊല ചെയ്യുന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ് മാന്യമായ അടിമത്ത ജീവിതം. അവരും സമൂഹത്തിൻ്റെ ഭാഗമാണല്ലോ. കൂടാതെ അടിമ സ്ത്രീയുമൊത്തുള്ള യജമാനൻ്റെ ലൈംഗിക ജീവിതം അവളുടെ പദാർത്ഥ ആവശ്യങ്ങൾക്ക് പുറമെ വൈകാരിക ആവശ്യങ്ങൾ കൂടി നിവർത്തിക്കുന്നതാണ്. യജമാനനിൽ അവൾക്കുണ്ടാകുന്ന കുഞ്ഞ് സ്വതന്ത്രനാണ്. അതോടെ അവൾക്ക് ഉമ്മുവലതെന്ന പദവി ലഭിക്കുകയും ചെയ്യും. ഇനി വിൽക്കപ്പെടാനാവുകയില്ല. യജമാനൻ്റെ മരണത്തോടെ അവൾ സ്വതന്ത്രയാവുകയും ചെയ്യും. ഇത്രയും വിവരിച്ചതിൽ നിന്നും ആരോപണങ്ങൾ തിരുപ്രകാശത്തെ ലവലേശം ബാധിക്കുന്നില്ലെന്ന് ബോധ്യപ്പെടുമല്ലോ. എങ്ങനെ ബാധിക്കാനാണ്? എല്ലാ അസ്തിത്വങ്ങളുടെയും പ്രാഗ്രൂപമല്ലേ ആ തിരുവെളിച്ചം. അതുകൊണ്ട് തന്നെ അതിനെ കെടുത്താനുള്ള ഏത് ശ്രമവും ആത്മഹത്യാപരമായിരിക്കും. വലില്ലാഹിൽ ഹംദ്.